സിനിമ എന്നത് എന്നും സാങ്കേതിക വിദ്യയുടെ പരീക്ഷണശാലയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്കും അനലോഗിൽ നിന്ന് ഡിജിറ്റലിലേക്കും മാറിയ ചലച്ചിത്ര ലോകം ഇന്ന് മറ്റൊരു മഹാവിപ്ലവത്തിന്റെ വാതുക്കലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI. സാങ്കേതിക വിദ്യയെ എന്നും ആവേശത്തോടെ സ്വീകരിച്ചിട്ടുള്ള ഉലകനായകൻ കമൽഹാസൻ AI എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് സിനിമാ പ്രേമികളും സാങ്കേതിക വിദഗ്ധരും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒന്നാണ്. AI സർഗാത്മകതയുടെ അനന്തമായ വാതിലുകളാണ് തുറന്നിടുന്നതെന്നാണ് കമൽഹാസന്റെ പക്ഷം. കോഴിക്കോട് സ്കൂൾ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് സംഘടിപ്പിച്ച വേവ് 1.0 എന്ന AI ഫിലിം മേക്കിംഗ് ശില്പശാല ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. പുതിയ മാറ്റങ്ങളെ ഭീതിയോടെയല്ല മറിച്ച് ജിജ്ഞാസയോടെ വേണം സമീപിക്കാനെന്ന് അദ്ദേഹം പുതിയ തലമുറയോട് ആഹ്വാനം ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നത് മനുഷ്യന്റെ സ്വർഗാത്മകതയ്ക്ക് ഭീഷണിയാണെന്ന ആശങ്ക നിലനിൽക്കുന്ന സമയത്താണ് അതൊരു അനന്തമായ സാധ്യതകളുടെ വാതിലാണെന്ന് കമൽഹാസൻ അടിവരയിടുന്നത്. സിനിമയുടെ പരമ്പരാഗത രീതികളെ മാറ്റിമറിക്കാൻ AIക്ക് സാധിക്കുമെന്നും എന്നാൽ അത് കേവലം ഒരു യന്ത്രമല്ല മറിച്ച് കലാകാരന്റെ ഭാവനയെ വിപുലീകരിക്കാനുള്ള ഒരു ക്രിയേറ്റീവ് ടൂൾ ആണെന്നുമാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. ഈ മാറ്റത്തെ ഉൾക്കൊള്ളുന്നതിൽ കമൽഹാസൻ പങ്കുവച്ച പ്രധാന ആശയങ്ങൾ നോക്കിയാൽ പുതിയ സാങ്കേതിക വിദ്യകളെ ഭയപ്പെടാതെ അവയെക്കുറിച്ച് പഠിക്കാനുള്ള ജിജ്ഞാസ ഓരോ കലാകാരനും ഉണ്ടാവണം. ഒരു പ്രത്യേക ചട്ടക്കൂടിനുള്ളിൽ മാത്രം ഒതുങ്ങാതെ ലോകം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ചിന്താഗതിയും മാറണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. മുൻപ് സ്ക്രീനിൽ എത്തിക്കാൻ അസാധ്യമെന്ന് കരുതിയിരുന്ന ദൃശ്യങ്ങൾ ഇന്ന് AIയുടെ സഹായത്തോടെ അനായാസം സൃഷ്ടിക്കാൻ കഴിയും. ഇത് സിനിമാ സംവിധായകർക്കും എഴുത്തുകാർക്കും തങ്ങളുടെ ഭാവനയ്ക്ക് കൂടുതൽ ആഴം നൽകാൻ സഹായിക്കും. AI ഉപയോഗിക്കുമ്പോൾ കൃത്യമായൊരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. വെറുതെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിന് പകരം സിനിമയുടെ കഥ പറച്ചിലിന് അത് എങ്ങനെ ഗുണകരമാകുമെന്ന് ചിന്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിനിമയിലെ ക്രാഫ്റ്റിനെ കൂടുതൽ മിനുക്കിയെടുക്കാനും നിർമ്മാണത്തിലെ സങ്കീർണതകൾ കുറയ്ക്കാനും AI ഒരു ആയുധമാക്കി ഉപയോഗിക്കണമെന്ന് പറയുന്നതിലൂടെ വരുംകാല സിനിമകൾ സാങ്കേതികമായി എത്രത്തോളം കരുത്തുറ്റതാകുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. സിനിമയുടെ ഭാവി ഇനി AIയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് കമൽഹാസനെ പോലെയുള്ള പ്രതിഭകളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. വെറുമൊരു കൗതുകം എന്നതിനപ്പുറം ലോക സിനിമയുടെ നിർമ്മാണ രീതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന 3 പ്രധാന ഘടകങ്ങളാണ് ഇതിലുള്ളത്. ഭീകരമായ തുക ചെലവാക്കി സെറ്റുകൾ ഇടുന്നതിനും ലൊക്കേഷനുകൾ കണ്ടെത്തുന്നതിനും പകരം AI ഉപയോഗിച്ച് ഉയർന്ന ഗുണനിലവാരമുള്ള പശ്ചാത്തലങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഇത് സ്വതന്ത്ര സിനിമാ പ്രവർത്തകർക്കും കുറഞ്ഞ ബഡ്ജറ്റിൽ വലിയ സ്വപ്നങ്ങൾ കാണുന്നവർക്കും വലിയൊരു ആശ്വാസമാകും. കഥാപാത്രങ്ങളുടെ പ്രായം കുറയ്ക്കുന്നതിനും അസാധ്യമായ ആക്ഷൻ രംഗങ്ങൾ യാഥാർത്ഥ്യമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതിനും AI ടൂളുകൾ സഹായകരമാകും. കോഴിക്കോട് നടന്ന ശില്പശാലയിൽ പ്രധാനമായി ചർച്ച ചെയ്തതും ഇത്തരം പ്രൊഫഷണൽ പൈപ്പ് ലൈനുകളെ കുറിച്ചാണ്. സാങ്കേതികവിദ്യ എത്ര തന്നെ വളർന്നാലും സിനിമയുടെ ആത്മാവെന്നത് മനുഷ്യാധ്വാനവും വൈകാരികതയുമാണ്. AI മനുഷ്യനെ മാറ്റി സ്ഥാപിക്കുന്നില്ല, മറിച്ച് മനുഷ്യന്റെ ചിന്തകൾക്ക് വേഗതയും കൃത്യതയും നൽകുകയാണ് ചെയ്യുന്നത്. സാങ്കേതിക വിദ്യയുടെ വേഗതയ്ക്കൊപ്പം സഞ്ചരിക്കാൻ തയ്യാറെടുക്കുന്നവർക്ക് മാത്രമേ ഭാവിയിലെ സിനിമയെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നും ഈ മാറ്റങ്ങൾ അടിവരയിടുന്നു. ചുരുക്കത്തിൽ സിനിമയിലെ മാന്ത്രികത ഇനി ലബോറട്ടറികളിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രൊസസറിലേക്ക് മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സാങ്കേതിക വിദ്യയുടെ വേഗതയ്ക്കൊപ്പം സഞ്ചരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു പുതിയ ചലച്ചിത്ര സംസ്കാരത്തിനാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ചലച്ചിത്ര രംഗത്തെ പരീക്ഷണങ്ങളുടെ തോഴനായ കമൽഹാസനെ പോലുള്ള പ്രതിഭകൾ AIയെ ഇരുകയും നീട്ടി സ്വീകരിക്കുമ്പോൾ അത് വരാനിരിക്കുന്ന തലമുറയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. സിനിമയുടെ മാസ്മരികതയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കരുത്തും ചേരുമ്പോൾ മുൻപ് നാം സ്വപ്നം കാണാൻ പോലും മടിച്ചിരുന്ന അത്ഭുതങ്ങൾ സ്ക്രീനിൽ തെളിയുന്ന കാലം വിദൂരമല്ല. എന്നാൽ സാങ്കേതികവിദ്യ എത്ര തന്നെ വളർന്നാലും സിനിമയുടെ ആത്മാവെന്നത് ഒരു മനുഷ്യന്റെ ഭാവനയും അവൻ പങ്കുവയ്ക്കുന്ന വൈകാരികയുമാണെന്ന് കമൽഹാസൻ നമ്മെ ഓർപ്പിക്കുന്നു. മനുഷ്യന്റെ സർഗാത്മകതയും യന്ത്രത്തിന്റെ കൃത്യതയും ഒത്തുചേരുന്ന ഈ പുതിയ കാലഘട്ടം മലയാള സിനിമയിലും വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.